ഈ പൈസ കിട്ടുന്നില്ലേ അവിടുന്ന്? ഈ മരുന്നുകളെല്ലാം പുറത്തുനിന്നാണോ വാങ്ങുന്നത്? ആണ്. ജിജി എന്നാ പേര്? ഓക്കെ. കുട്ടിക്ക് പിന്നെ ഇപ്പോ എന്താ പ്രശ്നം? എന്താ? വെന്റിലേറ്ററിലാണ്. എത്ര ദിവസമായിട്ട് ആശുപത്രിയിലാണ്? 19 ദിവസമായിട്ട് നിങ്ങൾ പുറത്തുനിന്നാണോ വാങ്ങുന്നത്? ആണ്. നിങ്ങൾക്ക് ഈ ലാബ് ടെസ്റ്റുകളും എല്ലാം പുറത്താണോ ചെയ്യുന്നത്? പുറത്താണ്. അപ്പൊ ഒരു ദിവസം എത്ര രൂപ ചെലവാകുന്നുണ്ട്? മരുന്നുകളും എല്ലാം കൂടെ 1000 രൂപയോളം ആകുന്നുണ്ട്. ആണ്. അപ്പോ പിന്നെ ഈ നിങ്ങൾക്ക് സാമ്പത്തിക സാഹചര്യം എങ്ങനെയാണ്? വളരെ മോശമായ സാഹചര്യമാണ്. അപ്പോ പിന്നെ ഹസ്ബൻഡ് ജോലിയൊക്കെ? വർക്ക്ഷോപ്പിൽ ജോലിക്കാരനാണ് അല്ലേ? അപ്പോ ഇനി എത്ര ദിവസം കൂടെ തുടരണമെന്നാ പറയുന്നത്? മുന്നോട്ട് ഇനി പോകാൻ പറ്റുമോ? മരുന്നുകൾ മേടിക്കാൻ ശേഷിയുണ്ടോ? പറ്റത്തില്ല. നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചികിത്സാ ചെലവ് താങ്ങാനാകാതെ നവജാത ശിശുവുമായി നെട്ടോട്ടമോടിയ യുവതിയുടെ ദയനീയാവസ്ഥ കഴിഞ്ഞ ദിവസം ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തതാണ്. അമ്മയും കുഞ്ഞും പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടും സൗജന്യ ചികിത്സ ലഭിക്കാത്തതിനെ തുടർന്ന് ആ പിഞ്ചു കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെട്ടുവെന്ന് ഏറെ സങ്കടത്തോടെയാണ് പറയേണ്ടി വരുന്നത്. താമരക്കുളം സ്വദേശിനി ബിജിയുടെ കുഞ്ഞാണ് ചികിത്സ കിട്ടാതെ മരിച്ചത്. വാടക വീട്ടിൽ താമസിക്കുന്ന ബിജിയുടെ കുഞ്ഞിന്റെ സംസ്കാരം ആശുപത്രിയിലെ സന്നദ്ധ പ്രവർത്തകർ ഇടപെട്ട് നടത്തി. മാതൃയാനം പദ്ധതി പ്രകാരം പ്രസവിച്ച സ്ത്രീയെ വാഹനത്തിൽ വീട്ടിലെത്തിക്കേണ്ട ചുമതല ആശുപത്രിക്കാണ്. എന്നാൽ അധികൃതർ വാഹന സൗകര്യം നൽകാത്തതിനാൽ പ്രസവിച്ച് ദിവസങ്ങൾ മാത്രമായ ബിജിയും വർക്ക്ഷോപ്പ് തൊഴിലാളിയായ ഭർത്താവും ബസ്സിലാണ് വീട്ടിലേക്ക് മടങ്ങിയത്. ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, കഴിഞ്ഞ ദിവസം ന്യൂസ് 18 ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് തന്നെ, ശരണ്യ വാർത്ത റിപ്പോർട്ട് ചെയ്തത് തന്നെ ഏറെ സങ്കടത്തോടെയാണ്. കാരണം പ്രസവാനന്തരം ഏറ്റവും മികച്ച ഒരു ശുശ്രൂഷ വേണ്ടതാണ്, ഏറ്റവും നല്ല ശുശ്രൂഷ വേണ്ടതാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ച്. പക്ഷെ ഇവിടെ തൻ്റെ പിഞ്ചു കുഞ്ഞിനെ, നവജാത ശിശുവുമായി ചികിത്സയ്ക്ക് വേണ്ടി നെട്ടോട്ടം ഓടുന്ന ഒരു യുവതിയെയാണ് ശരണ്യ കേരളത്തിന് മുന്നിലേക്ക് അവതരിപ്പിച്ചത്. പക്ഷേ ഏറ്റവും ഒടുവിൽ ആ പിഞ്ചു കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ കുഞ്ഞിനെ, ആ മാതാപിതാക്കളെ സംബന്ധിച്ച്, അതോടൊപ്പം ഈ നാടിനെ സംബന്ധിച്ച് ഏറെ സങ്കടപ്പെടുത്തുന്ന കാര്യമാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അതോടൊപ്പം അറിയേണ്ടത് ഈ കുഞ്ഞിൻ്റെ മരണശേഷം ഉണ്ടായ ഏറെ ദയനീയമായിട്ടുള്ള അവസ്ഥ. കാരണം അതിനുശേഷം അത്രയും ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ട വേദനയിൽ കഴിയുന്ന ആ ദമ്പതികൾക്ക് തിരികെ ബസ്സിൽ വീട്ടിലേക്ക് മടങ്ങേണ്ടി വന്നൊരു സാഹചര്യം കൂടി ഉണ്ടല്ലോ. ടോമ, ഒന്ന് ആദ്യം തിരുത്തുകയാണ്. അതായത് ചികിത്സ കുട്ടിക്ക് ലഭിച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷേ സൗജന്യ ചികിത്സയ്ക്ക് അർഹരായിരുന്ന ഈ നമ്മൾ കണ്ട ബിജി എന്ന അമ്മയ്ക്ക്, അതായത് അവർ സംസ്ഥാന സർക്കാരിൻ്റെ അമ്മയും കുഞ്ഞും പദ്ധതിയിൽ ഉൾപ്പെട്ട സ്ത്രീയാണ്. JSSKയുടെ, അതായത് ജനനി സുരക്ഷാ കാര്യക്രമം എന്ന കേന്ദ്ര സർക്കാർ സ്കീമാണ് അമ്മയും കുഞ്ഞും പദ്ധതിയായി പിന്നീട് കേരളം 40%, സംസ്ഥാനം 60% തുക വഹിച്ചുകൊണ്ട് ആ പദ്ധതി ശിശുമരണ നിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടി സംസ്ഥാനത്ത് നടപ്പിലാക്കി പോരുന്നൊരു പദ്ധതിയാണ്. ആ പദ്ധതിയിൽ ഉൾപ്പെട്ട ഈ ബിജിയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നത്. അന്ന് ബിജിയെ കാണുമ്പോഴുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത്, ബിജിയുടെ കുട്ടി വെന്റിലേറ്ററിലായിരുന്നു. ഒപ്പം തന്നെ ബിജിയോടൊപ്പം തന്നെ ഗായത്രി എന്നൊരു അമ്മയും നമ്മളോട് സംസാരിച്ചിരുന്നു. അവരുടെ കുട്ടിയും സമാനമായ രീതിയിൽ 2 ഇരട്ട കുട്ടികളും ആശുപത്രിയിലുണ്ട്. ഈ ചികിത്സയിലിരിക്കുന്ന കുട്ടികൾ ആശുപത്രിക്കുള്ളിൽ ന്യൂബോൺ ഐസിയുവിനകത്തും ഒപ്പം തന്നെ പ്രസവശേഷം ദിവസങ്ങൾ മാത്രമായിട്ടുള്ള ഈ അമ്മമാരുമാണ്. അവരുടെ ദയനീയമായ സാഹചര്യം കൊണ്ട് നമ്മളുടെ മുന്നിലേക്ക് ഇറങ്ങി വന്നത്. അന്ന് അവർ വ്യക്തമാക്കിയ കാര്യങ്ങൾ, വളരെയധികം നിർധനരായ കുടുംബാംഗങ്ങളാണ് തങ്ങൾ. എല്ലാ ദിവസവും 1000 രൂപയോളം അടുത്ത് വരുന്ന വില വരുന്ന മരുന്നുകൾ തങ്ങൾക്ക് പുറത്തുനിന്ന് എഴുതി തരികയാണ്. അതായത് ഈ പദ്ധതി എന്താണെന്ന് വെച്ചാൽ, സൗജന്യമായി 40 ദിവസം അമ്മയ്ക്കും ഒപ്പം തന്നെ നവജാത ശിശുവിന് 1 വർഷം വരെയും സൗജന്യ ചികിത്സയാണ് സർക്കാർ ഈ പദ്ധതി വഴി ഉറപ്പാക്കുന്നത്. അതിനുവേണ്ടിയുള്ള ഒരു പണം NHM വഴി നൽകുകയും അത് മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ട്. ആ തുകയാണ് 60% കേന്ദ്രം നൽകുന്നതും 40% സംസ്ഥാന
സർക്കാർ നൽകുന്നതും. 2018 മുതൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നൽകുന്ന തുകയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും പിന്നീട് ആ തുക ബില്ല് മാറുന്നത് അടക്കമുള്ള കാര്യങ്ങളെ ബാധിക്കുകയും സാമ്പത്തികമായ പ്രതിസന്ധി ആശുപത്രിക്ക് ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അടക്കമുള്ള ആളുകളോടും NHMന്റെ ഉദ്യോഗസ്ഥരോടും സംസാരിച്ചപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതാണ് ഇവിടെ ബാധിക്കുന്നത്. അന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് സർക്കാർ തന്നിട്ടുള്ള എല്ലാ മരുന്നുകളും ഞങ്ങൾ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. NHMന്റെ ചുമതലയുള്ള ഡോക്ടർ കോശി നമ്മളോട് വ്യക്തമാക്കിയത് അങ്ങനെ ഒരു ഷോർട്ടേജ് വരാൻ സാധ്യതയില്ല, ഞങ്ങൾ ചികിത്സ എല്ലാ മരുന്നുകളും ഞങ്ങൾ ഉറപ്പുവരുത്തുമെന്നുള്ളതാണ്. പക്ഷേ ഇന്ന് രാവിലെയും ഈ അമ്മമാരിൽ ഒരാൾ നമ്മളെ വിളിച്ചിരുന്നു എന്നുള്ളതാണ്. ആ അമ്മ നമുക്ക് ഇന്നും 500 രൂപ വീതമുള്ള 2 ഇഞ്ചക്ഷൻ മരുന്നുകൾ പുറത്തേക്ക് എഴുതി നൽകിയിരിക്കുന്നു. അതായത് ഈ അമ്മമാരൊക്കെ തന്നെ ആശുപത്രിയിൽ കുട്ടികളുമായി കിടക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 20 ദിവസത്തിനടുത്താകുന്നു. ഈ 500 രൂപ വിലയുള്ള 1000 രൂപയോളം വരുന്ന 2 മരുന്നുകൾ ഇന്നും പുറത്തേക്ക് എഴുതിയിരിക്കുകയാണ് എന്നാണ്. അതായത് നമ്മുടെ വാർത്ത വന്നതിന് ശേഷം ആകെ അവർക്ക് കിട്ടിയ ഒരു ഗുണമെന്ന് പറയുന്നത് 10 രൂപയുടെ ഷുഗർ ചെക്ക് ചെയ്യുന്ന സ്ട്രിപ്പ്, അത് 5 എണ്ണം വീതം വാങ്ങി നൽകണമെന്നായിരുന്നു ഒരു അമ്മ പറഞ്ഞത്. അത് മാത്രം ഇവർക്ക് കുറവ് ചെയ്ത് നൽകുകയും ഒപ്പം ഈ വിലപിടിപ്പമുള്ള മരുന്നുകൾ അതേപോലെ തന്നെ പുറത്തേക്ക് എഴുതി കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇതാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിലുള്ള ഈ JSSK അമ്മയും കുഞ്ഞുമെന്ന അവർക്ക് സൗജന്യ ചികിത്സ എന്ന് കൊട്ടിഘോഷിക്കപ്പെടുന്ന പദ്ധതിയിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നടക്കുന്ന കാര്യം ഇതാണ്. അങ്ങനെയാണ് 2 അമ്മമാർ നമ്മളുടെ പിന്നിലേക്ക് പുറത്തേക്ക് ഇറങ്ങി വന്നത്. അവർ എത്രമാത്രം റിസ്ക് എടുത്താണ് നമ്മളോട് സംസാരിച്ചത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അവരുടെ മക്കൾ അകത്ത് ന്യൂബോൺ ICUവിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഘട്ടത്തിൽ കിടക്കുമ്പോഴാണ് ഈ രീതിയിൽ അമ്മമാർക്ക് പുറത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ഈ കാര്യങ്ങൾ സംസാരിക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ്. ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ അതിദയനീയമായ ഒരു സംഭവം കൂടി സംഭവിച്ചിരിക്കുന്നത്. അതായത് ഈ സംഭവങ്ങളെ കുറിച്ച് പരാതി ഉന്നയിച്ച ഒരമ്മയുടെ കുട്ടി മരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കണ്ട താമരക്കുളം സ്വദേശിയായ, ആലപ്പുഴ ജില്ലയുടെ ബോർഡറിലാണ് അവർ താമസിക്കുന്നത്, താമരക്കുളം സ്വദേശിയായ നമ്മളോട് നേരത്തെ പ്രതികരിച്ച ബിജിയുടെ കുഞ്ഞ് ഇന്നലെ മരണപ്പെട്ടു എന്നുള്ളതാണ്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ മരണപ്പെട്ട കുട്ടിയുടെ കുടുംബത്തിന്റെ ഒരു സാഹചര്യം ആണ് വളരെ മോശം എന്നുള്ളതാണ്. ഇവർക്ക് ഈ കുഞ്ഞിനെ ഒന്ന് അടക്കാൻ പോലും ഒരു സംവിധാനമില്ലാത്ത വാടക വീട്ടിൽ കഴിയുന്ന വിജിയും രതീഷും അവരുടെ രതീഷ് വർക്ക്ഷോപ്പ് തൊഴിലാളിയാണ്. ഇവരുടെ കുഞ്ഞിനെ അവസാനം ഇവർക്ക് അടക്കാനുള്ള സംവിധാനം ഇല്ലാന്നിട്ട് ആശുപത്രി സംരക്ഷണ സമിതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കുറെ ആളുകൾ ചേർന്ന് പൊതു ശ്മശാനത്തിൽ അടക്കാനുള്ള സംവിധാനം ഒരുക്കി നൽകുകയാണ് ടോമെ ഉണ്ടായത്. ആ കുഞ്ഞിനെ ഏറ്റുവാങ്ങുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അതീവ സങ്കടകരമായ ഒരു സാഹചര്യമായിട്ട് തോന്നി. കാരണം ഇപ്പോൾ ഏകദേശം 19 ദിവസത്തോളം അവിടെ കിടന്നപ്പോൾ 30,000 രൂപയോളം അവർക്ക് ചിലവ് വന്നു. ഒരു ദിവസം ഏറ്റവും പാവപ്പെട്ട ആളുകളാണ് ഇത്തരത്തിൽ സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നത്. അവർക്ക് ഒരു ദിവസം 1000 രൂപയോളം ചിലവ് വരുന്ന മരുന്ന്, അതും അവരുടെ പണം സർക്കാർ ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തി മാറ്റി വെച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുള്ള അമ്മമാർക്കാണ് അവർക്ക് അർഹതപ്പെട്ട ചികിത്സ നിഷേധിക്കപ്പെട്ടു എന്നുള്ളതാണ്. അതിനുശേഷം ഇന്നലെ ഇവർ ആശുപത്രി ജാഗ്രതാ സമിതി അംഗങ്ങളുമായി കണ്ടപ്പോൾ അവരോട് പറഞ്ഞത് അടക്കാൻ കൊണ്ടുപോകാനായിട്ടുള്ള നിർവാഹമില്ല എന്നുള്ളതാണ്. പിന്നീട് അവിടുന്ന് മെഡിക്കൽ കോളേജിലെ ആംബുലൻസിൽ കയറ്റി ആ കുഞ്ഞിനെ അവര് പൊതു ശ്മശാനം വരെ എത്തിച്ചു. അതായത് ഈ പദ്ധതി പ്രകാരം അമ്മയും കുട്ടിയും ആശുപത്രിയിൽ നിന്ന് തിരികെ പോകുന്ന ഘട്ടത്തിൽ അവർക്ക് വീട് വരെ പോകുന്നതിന് വേണ്ടിയുള്ള യാത്ര ക്രമീകരിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഈ പദ്ധതി അനുസരിച്ച് അതാത് ആശുപത്രികൾക്കാണ്. അവിടെ അത് ക്രമീകരിച്ചു കൊടുക്കുക മാത്രമല്ല, അതിന്റെ ചിലവ് വഹിക്കേണ്ട ഉത്തരവാദിത്വവും സർക്കാരിന്റെ ആശുപത്രികൾക്കുണ്ട് എന്നിരിക്കെ ഈ അമ്മയും ഈ അച്ഛനെയും അമ്മുമ്മയും അടങ്ങുന്ന അവരുടെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീയും അടങ്ങുന്ന ഈ 3 പേരെയും പൊതു ശ്മശാനം വരെ എത്തിച്ചു എന്നുള്ളതാണ്. അതിനുശേഷം ഈ പ്രസവിച്ച് 15 ദിവസം ഏകദേശം 19 ദിവസം മാത്രമായിട്ടുള്ള ആ പെൺകുട്ടിയും ഒപ്പം തന്നെ ഭർത്താവും ബസ് കയറി, KSRTC ബസ് കയറിയാണ് അവർ നൂറനാടേക്ക് പോയത് എന്നുള്ളതാണ്. അതായത് ഈ സാധാരണക്കാരായ മനുഷ്യർ ആശുപത്രിയെ തീർച്ചയായും അത് തന്നെയാണ് ശരണ്യ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ദയനീയമായ അവസ്ഥ, ഏറ്റവും സങ്കടകരമായ കാഴ്ച. ഇത് ആരുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയാണ്? സാധാരണ മന്ത്രി ന്യായീകരിക്കുന്ന പോലെ ഇതും സിസ്റ്റത്തിന്റെ പിഴവ് എന്ന് പറഞ്ഞ് ഇതിനെയും ന്യായീകരിക്കാൻ കഴിയുമോ? പ്രത്യേകിച്ചും ശരണി നേരത്തെ സൂചിപ്പിച്ചു, വാടക വീട്ടിൽ താമസിക്കുന്ന ബിജിയുടെ കുഞ്ഞിന്റെ സംസ്കാരം ആശുപത്രിയിലെ സന്നദ്ധ പ്രവർത്തകർ ഇടപെട്ടാണ് നടത്തിയത്. മാതൃയാനം പദ്ധതി പ്രകാരം പ്രസവിച്ച സ്ത്രീയെ വാഹനത്തിൽ വീട്ടിലെത്തിക്കേണ്ട ചുമതല ആശുപത്രിക്കുണ്ട്. എന്നാൽ അധികൃതർ വാഹന സൗകര്യം നൽകാത്തതിനാൽ പ്രസവിച്ച ദിവസങ്ങൾ മാത്രമായ ബിജിയും
വർക്ക്ഷോപ്പ് തൊഴിലാളിയായ ഭർത്താവും ബസ്സിൽ വീട്ടിലേക്ക് അവർക്ക് മടങ്ങേണ്ടി വരുന്ന ദയനീയമായ കാഴ്ച. എന്തായാലും എന്താണ് അവിടെ സംഭവിച്ചത് എന്ന കാര്യത്തെക്കുറിച്ച് അല്പം കൂടി വിശദമായി ആശുപത്രി വികസന സമിതി അംഗം കൂടെയായ UM കബീർ വിശദീകരിക്കും അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരണമടഞ്ഞ നവജാത ശിശുവിനെ സംസ്കരിക്കുവാൻ ഇടവില്ലാതെ വിഷമിക്കുന്ന മാതാപിതാക്കളുടെ ദൈന്യത അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ആശുപത്രിയിലെത്തിയത്. അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച വളരെയേറെ പ്രയാസമേറിയതായിരുന്നു. വർക്ക്ഷോപ്പ് ജീവനക്കാരനായ രതീഷ്, ഭാര്യ വിജി, അവർ ആ മൃതദേഹം വെച്ചുകൊണ്ട് സംസ്കരിക്കുവാൻ സ്വന്തമായി വീട് പോലുമില്ലാത്ത അവർ വളരെയേറെ പ്രയാസത്തിലായിരുന്നു. ഒടുവിൽ പൊതുപ്രവർത്തകർ ഇടപെട്ടാണ് പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചത്. മൃതദേഹം സംസ്കരിച്ചതിന് ശേഷം അവർക്ക് നാട്ടിൽ പോകുവാനുള്ള സാമ്പത്തികമായി വളരെയേറെ പ്രയാസം അനുഭവിക്കുന്ന കുടുംബം ഒട്ടേറെ ബുദ്ധിമുട്ടേണ്ടി വന്നു. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച മാതൃയാനം പദ്ധതി 3 മാസക്കാലമായി നിർത്തലാക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെ അവർ ഒരു സർക്കാർ ബസ്സിലാണ് അവർ താമരക്കുളത്തുള്ള വീട്ടിലേക്ക് പോയത്. ന്യൂസ് 18-ൽ ഇവരുടെ വാർത്ത, ഇവരുടെ പ്രയാസങ്ങളും ദുരിതങ്ങളും ന്യൂസ് 18-ലൂടെ പുറത്തു വന്നിരുന്നു. എന്നിട്ടും അധികാരികൾ അവർക്ക് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാത്തത് പ്രതിഷേധാർഹമാണ്. ഇത് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള കുറ്റകരമായ അനാസ്ഥ തന്നെയാണ്. ഈ വിഷയത്തിൽ ആരാണ് ഉത്തരവാദികൾ, ആരാണ് മറുപടി പറയേണ്ടത്? മന്ത്രി തന്നെ ഇക്കാര്യത്തിൽ ഇടപെടേണ്ടതാണ്, സർക്കാർ ഇടപെടേണ്ടതാണ്. ശരണ്യ സ്നേഹജനിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. ശരണ്യ, ഈ സംഭവത്തിൽ ആരുടെ ഭാഗത്താണ് വീഴ്ച ഉണ്ടായത്? കാരണം പല പദ്ധതികളും അട്ടിമറിക്കുന്നു. ഫണ്ട് ഉണ്ടായിട്ട് പോലും ഈ കുഞ്ഞിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി, സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള പല പദ്ധതികൾ ഉണ്ടായിട്ടും അതിനുവേണ്ടിയുള്ള ഇടപെടലുകൾ ആശുപത്രി അധികൃതർ നടത്തുന്നില്ല. ആരുടെ ഭാഗത്താണ് വീഴ്ച ഉണ്ടായത്? ആശുപത്രി അധികൃതർ ഇതുമായി ബന്ധപ്പെട്ടെന്താണ് വിശദീകരിക്കുന്നത്? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ സംഭവങ്ങൾ ഉണ്ടായ ഘട്ടത്തിലൊക്കെ തന്നെ നമ്മൾ ആലപ്പുഴ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ഹരിയുമായും ഒപ്പം തന്നെ NRHMന്റെ ചുമതലയുള്ള ആലപ്പുഴ ജില്ലയുടെ ചുമതലയുള്ള ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ ഡോക്ടർ കോശിയുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. ഈ ഘട്ടത്തിലൊക്കെ തന്നെ അവർ പറയുന്നത് പഴയ ചില പെൻഡിങ്ങുകളുടെ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് അവർ സ്ഥിരീകരിക്കുന്നു. പക്ഷേ അതിനോടൊപ്പം ഡോക്ടർ ഹരി പറഞ്ഞൊരു വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. സർക്കാർ തരുന്ന എല്ലാ മരുന്നുകളും ഞങ്ങൾ സൗജന്യമായി കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ ഒരു മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അത് പറയുമ്പോൾ ഇന്ന് രാവിലെയും നമുക്ക് പുറത്തേക്ക് എഴുതി കൊടുത്ത 500 രൂപയ്ക്ക് മേൽ വിലയുള്ള മരുന്നുകളുടെ കുറിപ്പടികൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അങ്ങനെ ലഭ്യമാകുന്ന കുറിപ്പടി പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു ഷുഗറിന്റെ സ്ട്രിപ്പ് മാത്രം അകത്തേക്ക് കൊടുക്കാൻ കഴിയത്തക്ക രീതിയിൽ ഉള്ള സംവിധാനം മാത്രമേ നമ്മുടെ ആശുപത്രികളിൽ ഉള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡോക്ടർ പറഞ്ഞത് സർക്കാർ കൊടുത്തിട്ടുള്ള എല്ലാ മരുന്നുകളും ഞങ്ങൾ സൗജന്യമായി കൊടുക്കുന്നുണ്ട് എന്ന് ഡോക്ടർ പറയുമ്പോൾ ഈ മരുന്നുകൾ, അതായത് ദിവസേന ഈ അമ്മമാർ പുറത്തേക്ക് ഇറങ്ങിപ്പോയി വാങ്ങുന്ന മരുന്നുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നമ്മുടെ ആശുപത്രികളിൽ ഇപ്പോൾ ലഭ്യമല്ല എന്നുള്ള യാഥാർത്ഥ്യത്തിനത് അടിവരയിട്ട് പറയുകയാണെന്ന് തന്നെ നമുക്ക് പറയാം. ഈ പദ്ധതികളൊക്കെ തന്നെയും ഇപ്പോൾ അവതാളത്തിലായിട്ടുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത്. അതിന് ഏറ്റവും ദുഃഖകരമായ മറ്റൊരവസ്ഥ കൂടി സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ ബിജിയുടെ കുഞ്ഞിൻ്റെ ഒരു മരണം. മാത്രമല്ല ആ മരണം നൽകുന്ന പല കാര്യങ്ങളുമുണ്ട്. അതായത് ആ കുട്ടി മരിച്ചതിന് ശേഷം അവർക്ക് ആ കുഞ്ഞിനെ കൊണ്ടുപോയി സ്വന്തമായൊരു വീടില്ലാത്തതിനാൽ വാടക വീട്ടിൽ താമസിക്കുന്നവർക്ക് 30,000 രൂപയ്ക്ക് മേൽ ചികിത്സാ ചെലവിനായി ഉപയോഗിക്കേണ്ടി വന്നവർക്ക് സ്വന്തമായി ആ കുട്ടിയെ കൊണ്ടുപോയി അടക്കി ഉള്ള ഒരു സംവിധാനത്തിലേക്ക് പോകാനും മാത്രം സാമ്പത്തിക ഇല്ലാത്ത മനുഷ്യരാണ് അവരെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അർഹതപ്പെട്ട ആളുകൾ പോലും ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളായി മാറുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ഏറെ ഞെട്ടിക്കുന്നത്. അങ്ങനെയുള്ള ആളുകളാണ് ഇത്തരം സ്വന്തം കുഞ്ഞിനെ പോലും അവിടെ കൊണ്ടുപോയി നടക്കാൻ കഴിയാത്ത മനുഷ്യരാണ് നമ്മളുടെ മുന്നിൽ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് ഞങ്ങൾക്ക് മരുന്ന് ലഭ്യമാകുന്നില്ല, എന്തെങ്കിലും ഒരു ഇടപെടൽ നടത്തണം, തങ്ങൾക്ക് മരുന്ന് കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപെടൽ ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്. ആശുപത്രി അധികൃതർ അവർ കുറ്റം പറയുന്നില്ല. കാരണം ആശുപത്രിയിൽ അവരുടെ ന്യൂബോൺ ICUലൊക്കെ ചാർജ് ഉണ്ടായിരുന്ന ഡോക്ടർ പൂർണ്ണിമയൊക്കെ അടക്കമുള്ള ആളുകൾ ഇവർക്ക് വേണ്ടി സൂപ്രണ്ടിനടക്കം കത്തുകൾ എഴുതി നൽകുകയാണ്. അതായത് ഇവർ പാവപ്പെട്ട ആളുകളാണ്, ഇവർക്ക് മരുന്ന് അനുവദിക്കണം എന്നുള്ള കാര്യത്തിൽ പറഞ്ഞ് ഇവര് ആവശ്യങ്ങളുമായി വരുന്നു. പക്ഷേ ആ സംവിധാനത്തിന്, ആ സിസ്റ്റത്തിന് പ്രവർത്തിക്കാൻ കഴിയാത്ത വിധം സാമ്പത്തികമായ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് ഈ ആശുപത്രി അധികൃതർ വിവരിക്കണം. ഇവർ 2018 മുതൽ ഇവർക്ക് ചില ഡ്യൂസ് ഉണ്ട് എന്ന് പറയുമ്പോൾ ഇവർ ഒരിക്കലും വ്യക്തമായ കണക്ക് ആരുടെയും മുന്നിലേക്ക് അവതരിപ്പിക്കാൻ കഴിയുന്നില്ല. സർക്കാർ സംവിധാനത്തിൽ കൃത്യമായി പണം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പണം കൃത്യമായി കിട്ടുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് NHMന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്കും ഒപ്പം തന്നെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനടക്കം ഇത്ര തുകയെ ഞങ്ങൾക്ക് കിട്ടാനുള്ളൂ, അല്ലെങ്കിൽ ഈ തുക ഞങ്ങൾക്ക് കിട്ടിയതാണ് എന്ന് വിശദീകരിക്കാൻ കഴിയും?
കഴിയും. പക്ഷേ അത്തരം ഒരു വിശദീകരണത്തിന് ഒരു ഘട്ടത്തിലും ഇവരാരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. മറിച്ച് അവർ പറയുന്നത് സർക്കാർ തന്നിട്ടുള്ള എല്ലാ മരുന്നും ഞങ്ങൾ സൗജന്യമായി കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മെഡിക്കൽ കോളേജിൽ ഈ പറഞ്ഞ പോലെയുള്ള 10 രൂപയുടെ ഷുഗർ സ്ട്രിപ്പ് ഉൾപ്പെടെയുള്ള സാധനങ്ങളാണ് സൗജന്യമായി പാവപ്പെട്ട രോഗികൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവർ അതിനകത്ത് ചികിത്സ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി സ്വന്തം കുഞ്ഞിന്റെ മൃതദേഹം വീട്ടിൽ കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു അമ്മയാണ് നമ്മൾ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ടോം. ശരണ്യ, ഇത് ശരണ്യ നേരത്തെ സൂചിപ്പിച്ചത് ഒറ്റപ്പെട്ട സംഭവമല്ല. കാരണം ഇതുപോലെ ഈ സൗജന്യ ചികിത്സ ലഭിക്കാതെ നിരവധി കുടുംബങ്ങൾ ദുരിതം അനുഭവിക്കുന്നുണ്ട്. ഇതോടൊപ്പം നിരവധി യഥാർത്ഥത്തിൽ ഈ പദ്ധതി തന്നെ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചത് ഈ കുഞ്ഞുങ്ങളുടെ മരണനിരക്ക് വർദ്ധിച്ചത് കൊണ്ടാണ്. അത്തരം ഈ കുഞ്ഞുങ്ങളുടെ ജീവൻ അത്രയധികം വില കൽപ്പിക്കേണ്ടതാണ്. പക്ഷേ പ്രത്യേകിച്ച് ഈ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കേരളത്തിൽ ഏറ്റവും അധികം ഈ ചികിത്സാ പിഴവുകൾ നടക്കുന്നതും ചികിത്സാ പിഴവിനെ തുടർന്ന് രോഗികളുടെ മരണം ഉൾപ്പെടെ നടക്കുന്ന ആശുപത്രികളിലൊന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജാണ്. നിരവധി സംഭവങ്ങൾ ശരണ്യ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇത് പക്ഷേ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു, അന്വേഷണം പ്രഖ്യാപിക്കും. പക്ഷേ കുറ്റക്കാരായിട്ടുള്ള അല്ലെങ്കിൽ ആരോപണ വിധേയരായിട്ടുള്ള വീഴ്ച വരുത്തിയ ആശുപത്രിയിലെ ഡോക്ടർമാരെയും അധികൃതരെയും സംരക്ഷിക്കുന്ന റിപ്പോർട്ട് സമർപ്പിക്കും. തുടർന്ന് ആദ്യഘട്ടങ്ങളിൽ പ്രതിഷേധവുമായി യുവജന സംഘടനകളൊക്കെ രംഗത്തെത്തിയാലും പിന്നീട് ആ പ്രതിഷേധം ആറിത്തണക്കും. പിന്നീട് ഈ ദുരിതം അനുഭവിക്കുന്ന രോഗികൾ അല്ലെങ്കിൽ ഒരു ദുരിതം അനുഭവിക്കുന്ന ഇതുപോലെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട ആളുകൾ വീണ്ടും അവരുടെ ആ വേദനകളും സങ്കടവും ഒക്കെ മറന്ന് സാധാരണ ജീവിതത്തിലേക്ക് വരും. ഇവിടെയും അത് തന്നെയായിരിക്കാം സംഭവിക്കാൻ പോകുന്നത്. അത്